ആനന്ദം പാടി നൃത്തം ചെയ്തിടും ഞാൻ. എൻ്റെ ആത്മപ്രിയൻ പൊന്മുഖം ഞാൻ മുത്തം ചെയ്തിടും പ്രേമത്താൽ ദിനവും. സ്വർഗമന്ദിരത്തിൽ നിന്നും ഇൻപമേറും കമ്പിനാദം സ്വാന്തനം മുഴങ്ങിടുമൻ കാതുകളിലേ. സ്വർഗമണവാളൻ പരിവാരമോട് വരാറായി, സ്വർഗമണവാളൻ പരിവാരമോട് വരാറായി. സ്വർഗനിവാസികളായി തീരുമോ ദിനത്തെ കാത്ത് ആനന്ദം പാടി നൃത്തം ചെയ്തിടും ഞാൻ. എൻ്റെ ആത്മപ്രിയൻ പൊന്മുഖം ഞാൻ മുത്തം ചെയ്തിടും പ്രേമത്താൽ ദിനവും. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിനായി, ആരോഗ്യത്തിനായി, സമാധാനത്തിനായി, ദൈവകൃപയ്ക്കായി, സുബോധത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വന്നിരിക്കുക. ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ആവലാദികളും പരാതികളും ഒക്കെ ഒന്ന് നിരത്തി വയ്ക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടികളുണ്ടത് നിശ്ചയമാണ്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവെ, ഇന്ന് വരെ അത്ഭുതകരം ചേർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തിയതാ. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെയിരുന്ന കർത്താവാ. ഇനിയും പിന്നെയും ഞങ്ങളെ വഴി നടത്തുവാൻ സർവ്വശക്തനാ. അബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ ഉപജീവനമാർഗമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടൊപ്പം പാദപിടിച്ചിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് പകൽക്കാലം അവിടുത്തെ ആലോചനയിൽ ഞങ്ങളെ വഴി നടത്തണം. ആ കൃപയിൽ ഞങ്ങളെ നടത്തുമാറാകണം. ആ പൊന്നുകരം ഞങ്ങളെ ചേർത്ത് പിടിക്കുമാറാകണം. വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും സഹായിക്കണമേ കർത്താവേ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയിടുന്ന നിശ്ചയം ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കർത്താവേ. അങ്ങയുടെ മുഖത്ത് നോക്കുന്ന ഒരു മക്കളിൽ ലജ്ജിച്ചു നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം യാത്ര പോകുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കുമാറാകണം. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ്റെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ അപ്പാ. എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ഓരോ മക്കളെയും പൊതിയണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ അനുവദിക്കരുതെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ചാട്ട്. ദൈവമായ കർത്താവേ, ഈ സമയം ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസന്തികോളം കൂടെ ഇരുന്ന് കാത്തോണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നുണ്ട്. അപ്പൻ്റെ തലചായ്പാൻ അവർക്ക് ഭവനം കൊടുക്കണം. ഭവനം പണി പൂർത്തീകരിക്കേണ്ട ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി പ്രവർത്തിക്കണം. അടിസ്ഥാനപ്പെട്ട ഭവനങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഭവനത്തിനായിട്ട് സ്വർഗം അത് മനോഹരമായൊരു ഭവനം പണിവാൻ തക്കണം സ്വർഗം ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, മറ്റ് വിവിധ ആവശ്യങ്ങളുടെ നടുവിലും നീറുന്ന വേദനകളുടെ നടുവിലും രോഗങ്ങളുടെ നടുവിലുമൊക്കെ നിലവിളിക്കുന്ന ജീവിതങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴിയുടെ ഘട്ടത്തിലൊക്കെ ഹല്ലേലൂയ വഴിത്തലക്കിൽ കിടന്ന് അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുണ്ട്. പല വിധത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ആ മക്കളോടൊക്കെയും കർത്താവ് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവേ, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തമ്പുരാൻ കാണിച്ചു കൊടുക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തണം. സമാധാനം സന്തോഷവും ദൈവകൃപയും കൊണ്ട് നിറയ്ക്കണം.
കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത ജീവിതങ്ങൾ, മദ്യപാനികളെ ചൊല്ലി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ സമാധാനം ആ കുടുംബത്തിന്മേൽ അയച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടപ്പ, മാനസാന്തരത്തിൽ കടന്നു വരട്ടെ, കർത്താവിനെ അറിയട്ടപ്പ. ഈ കുടുംബങ്ങളൊക്കെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന് ഈ സന്തോഷം അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സമയം പുതുവത്സരം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളെ സമർപ്പിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രോഗികൾ ആശുപത്രി മുറികളിൽ അയ്യം വിളിക്കുന്നവർ, ICU, CCU, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, എൻ്റെ കർത്താവേ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, കർത്താവ്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ശരീരമാസകലം അതിവേദനയും നീർക്കെട്ടുമാൽ ഭാരപ്പെടുന്നവർ കർത്താവ്, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവ്, അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, നിൻ്റെ മക്കളെ തൊടുമാറാകണം, സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട് കർത്താവ്. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ കർത്താവേ. ആണിപ്പോഴത്തുള്ള കരവുമായി കടന്നു വരണം. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുമാറാകണം. പരിപൂർണമായ സൗഖ്യം, ആശ്വാസം ഓരോരുത്തർക്കും നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെ, വയൽ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തോണേ, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം വളർത്തിത്തരുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്നട്ടപ്പ. ഹാലേലൂയ കർത്താവ്. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ, സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധഭൂമികളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് യുദ്ധത്തിന് അറുതി വരുത്തേണം, മാനവജനതയോട് കരുണ കാണിക്കണം. പാപങ്ങൾക്ക് തക്കവണ്ണം പകരം ചെയ്യാത്തൊരു നല്ല ദൈവം ഞങ്ങൾക്കുണ്ട്. കർത്താവേ, നീ അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, അടിയങ്ങളോട് കരുണ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടിയൻ മറന്നാലും മറക്കാത്ത വിഷയം സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോ പ്രിയ മക്കളെയും അറിഞ്ഞ് കർത്താവ് സഹായിക്കും. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. സർവ്വമഹത്വവും അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.